അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഖുലീൻ്റെ അവസാനത്തെ പാടാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമുക്ക് സ്വർഗ്ഗം അള്ളാഹു തരട്ടെ, നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ മഹറിന് പകരം, ചെറിയ ഭാര്യയുടെ മഹറിന് പകരം ഖുൽഇ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പം ഇന്നലെ പറഞ്ഞത്. അതായത് ഇയാൾ പെണ്ണിന് മഹർ കൊടുക്കാനുണ്ട്, ആ മഹറിന് പകരമാണ് ഖുൽഇ ചെയ്യുന്നത്. പക്ഷെ അത് ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് അത് ഖുൽഇ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാണ്, വാപ്പ ചോദിക്കുകയാണ് മകളെ ഭർത്താവിനോട്, അയാളെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അവളുടെ മഹർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവളെന്ത് ചെയ്യണം, ആ മഹർ അയാൾക്ക് കൊടുക്കണം, വിട്ടുകൊടുക്കണം. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ആര് നിൽക്കുകയാണ്? പിതാവ് നിൽക്കുകയാണ്. ഇനി വാപ്പയാണ് എന്താക്കേണ്ടത്, ആ മഹർ കൊടുക്കേണ്ടത്. ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പെൺകുട്ടി കൊടുക്കേണ്ട ആ ബാധ്യത വാപ്പ എന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, ഏറ്റെടുത്തിട്ട് വാപ്പ കൊടുക്കുകയാണ്. അപ്പം ഇനി ഭർത്താവിന് വാപ്പ കൊടുക്കണമല്ലോ, അത് ഒഴിവാകാൻ എന്തപ്പോൾ മാർഗം? അത് അയാളെ കൊടുക്കേണ്ട മഹറിന് പകരം എന്ത് ചെയ്യുക, ഇപ്പം ആ പെണ്ണ് കൊടുക്കേണ്ടതാണ്, അതിന് തുല്യമായൊരു സംഖ്യ ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? വാപ്പ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് പകരം എന്ത് ചെയ്യുക, ഹവാല നടത്തിക്കൊണ്ട് വാപ്പാൻ എന്ത് ചെയ്യുക, മഹറിൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക. പെണ്ണാണ് മഹർ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ബാധ്യത ആരുടെ മേലിൽ ചാരി? പെണ്ണ് കൊടുക്കേണ്ടത് വാപ്പയാണെന്ന് പറഞ്ഞു. വാപ്പാനോട് എന്ത് പറയാം, നിങ്ങൾ തരാനുള്ള ആ തുല്യമായ മഹറിന് പകരം ഞാൻ ഖുൽഇ ചെയ്തിരിക്കുന്നു എന്നും പറയാം. അപ്പോൾ എന്ത് ചെയ്തു, വാപ്പയും ബാധ്യതയിൽ നിന്ന് ഒഴിവായി, അവിടെ ഖുൽഇ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ മുഴുവൻ മഹറും ഉണ്ടാവില്ല, പകുതി ഉണ്ടാവുള്ളൂ. കുറച്ച് മസലകൾ കൂടെ. സദാഖിന് ഖുൽഇ ചെയ്തു പിതാവോ മറ്റോ എന്ന് വെച്ചാൽ, സദാഖിന് പകരം എന്ന് പറഞ്ഞാൽ വാപ്പ പെണ്ണിനോട് പറഞ്ഞു, നിനക്ക് ലഭിക്കാനുള്ള മഹറിന് പകരം നീ ഖുൽഇ ചെയ്തേക്ക് എന്ന് പറഞ്ഞു. ഭർത്താവിനോട് പറഞ്ഞു, നീ അവൾക്ക് നൽകാനുള്ള മഹറിന് പകരം നീ അവളെ ഖുൽഇ ചെയ്യണം, തലാഖ് ചെല്ലണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൊല്ലിഖ്ഹാ വഅൻത ബരീഉം മിൻഹു, നീ അവളെ തലാഖ് ചൊല്ലിക്കോ, നീ മഹറൊന്നും കൊടുക്കേണ്ട, നീ മഹറിൽ നിന്ന് ഒഴിവാണ് എന്നൊക്കെ പറഞ്ഞാൽ തലാഖ് റജയ്യായിട്ട് സംഭവിക്കും. വലാ യബ്റഉ മിൻ ശൈഇൻ മിൻഹു, മഹറിൽ നിന്ന് അയാൾ രക്ഷപ്പെടില്ല, മഹർ കൊടുത്തേ പറ്റൂ. അത് പറയാൻ ഇയാൾക്ക് അധികാരമില്ലല്ലോ വാപ്പാക്ക്. ഞാൻ പക്ഷേ ലമീന ലഹു ലബുൽ അജ്നബിയു ദറക്ക, പക്ഷേ ലാമിനായാൽ പിതാവോ, ഈ പറയുന്നത് വാപ്പയാകാം, കയറു വാപ്പല്ലാത്ത ആർക്കും ആകാം, അത് അജ്നബി എന്ന് പറഞ്ഞാൽ ദറക്കിനെ ലമാൻ നിന്നു. ഈ ദറക്ക് ലമാൻ ദറക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് തന്നെ അലയ്യ ലമാനു ധാരിക്ക, ഞാൻ ഏറ്റു ആ മഹർ എന്ന് പറഞ്ഞാലോ, നീ അവളെ തലാഖ് ചൊല്ലിക്കോ, അവൾക്ക് കൊടുക്കാനുള്ള മഹറിന് പകരം ഞാൻ ഏറ്റിരിക്കുന്നു അത് എന്ന് പറഞ്ഞാൽ അതാണ് ദറക്ക്. നീ മഹറിൽ നിന്ന് ഒഴിവാകുന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റിരിക്കുന്നു, ഇതാണ് ദറക്ക്. അതുതന്നെയാണ് അലിയ ലമാന് ധാരിക്ക. ബായിനൻ, അവിടെ അത് ബായിനായ തലാഖായി സംഭവിക്കും. പക്ഷേ കൊടുക്കേണ്ട മഹർ എത്രയാണ്? ബി മഹറുൽ മിസിലി, മഹർ മിസിലാണ് അവിടുത്തെ പ്രതിഫലം. അതാരാ കൊടുക്കേണ്ടത്? അനല്ലബി അബിൽ അജ്നബി, വാപ്പയോ അന്യനായ ഒരാളാണ് പറഞ്ഞെങ്കിൽ അത്. ഒരു അന്യനായ ഒരാൾ ഭർത്താവിനോട് പറഞ്ഞു, നീ അവൾക്ക് കൊടുക്കാനുള്ള 5 പവൻ മഹറില്ലേ, ആ മഹറിൻ്റെ കാര്യം ഞാൻ ഏറ്റു, നീ തലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ ചെല്ലിയാൽ തലാഖ് സംഭവിക്കുകയും മഹർ മിസിൽ ഇയാൾ നൽകുകയും ചെയ്യേണ്ടതാകുന്നു. കാരണം പ്രതിഫലത്തിനാണല്ലോ തലാഖ് ചൊല്ലിയത്. അത് വാപ്പ പറഞ്ഞാലും ശരി, അന്യനായ ഒരാൾ പറഞ്ഞാലും ശരി. മറ്റൊരു ഉദാഹരണം, ഒരാളോട് പറഞ്ഞു, 1000 രൂപക്ക് നിങ്ങളെ ഭാര്യനെ ഈ തലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. 1000 രൂപക്ക് തലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ
ഞാൻ തരാം എന്നും കൂടെ പറയണം. അല്ല 1000 തലാഖില്ലിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തലാഖ് 1000 കൊടുക്കാൻ ബാധ്യത ഉണ്ടാവില്ല. അത് ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് അലിയ എന്ന വാക്കോട് കൂടി പറയണം. നോക്കൂ, ഒരാളോട് പറഞ്ഞു, വലോ കാല ഒരാൾ പറഞ്ഞു അജ്നബീൻ, ഒരു സുഹൃത്ത്, ഒരു ലത്തീഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു, സൽ ഫുലാനൻ, നീ ഇന്ന വ്യക്തിയോട് ചോദിക്ക്, യുത്തല്ലിഖ സൗജത്തുഹു, അവൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലാൻ ബി അൽഫിൻ, 1000 രൂപക്ക് തലാഖ് ചെല്ലാൻ ചോദിക്കുക എന്ന് പറഞ്ഞു. ലത്തീഫിനോട് പറയാണ് ഷാഫിനോട് ചോദിക്കാൻ 1000 രൂപക്ക്. അവിടെ ഉസ്തിരി തവി ലുസൂമിൽ അൽഫി, 1000 നിർബന്ധമാകുന്നതിന് ഷർത്താണ്. അപ്പോൾ അയാളെ ഏൽപ്പിക്കുകയാണ് തലാഖെല്ലാൻ. അലയ്യ, ഞാൻ ബാധ്യത ഏറ്റുകൊണ്ട് എന്ന് പറയണം. യഖൂല അലയ്യ ബിഖിലാഫി സൽ സൗജി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ഭാര്യ പറഞ്ഞു ഒരാളോട്, ലത്തീഫിനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട് ചോദിക്ക് എന്നെ തലാഖ് ചെല്ലാൻ അരാക്കഥ 1000 പകരം. അങ്ങനെ ഭാര്യ പറഞ്ഞാലോ ഫൈനഹു തൗഖീലുൻ, അവിടെ അത് വക്കാലത്താക്കലാണ്, ഭാര്യ വേറെ ആളെ വക്കാലത്താക്കലാണ്. അവിടെ അലയ്യ എന്ന് പറയേണ്ട, വൈലം തഖുൽ അലയ്യ, അവിടെ ഭാര്യ അലയ്യ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും തലാഖ് സംഭവിക്കും. ഇനി നീ നിൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലിക്കോ, ഞാൻ എൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലുന്നതിന് പകരം എന്ന് പറഞ്ഞു. വലൂഖാല തല്ലിഖ സൗജത്തക്ക ആലാൻ മുത്തല്ലിഖ സൗജത്തി, എൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലും എന്ന കണ്ടീഷൻ പ്രകാരം നീ നിൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലൂ എന്ന് പറഞ്ഞു. ഫഅല, അങ്ങനെ ഇത് രണ്ടാളും തലാഖ് ചെല്ലിയാൽ ബാനത്ത 2 പേരും ബായിനാകും. അത് ഹുൽ ആണ്, ഫാസിദല്ലാത്ത ഹുൽ ആണ്. കാരണം അവിടെ പ്രതിഫലം പറയുന്നുണ്ടല്ലോ, ലിയന്നൽ ഇവള ഫീഹി മഖ്സൂദുൻ, ഭാര്യയെ തലാഖ് ചെല്ലുക എന്നതാണല്ലോ അവിടെ പ്രതിഫലം, അത് മഖ്സൂദാണ്. ഖിലാഫല്ലി ബാദിഹിം ആയതിനാൽ ലികുല്ലിൻ അലാഖരി മഹറുൽ മിസ്രി, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാർക്ക് മഹർ മിസ്രി നൽകേണ്ടതാണ്. ഫലിക്കുല്ലിൻ, ഓരോരുത്തർക്കും നിർബന്ധമാണ് അലാഖരി, മറ്റയാളുടെ മേൽ ബാധ്യതയായിട്ട് മഹർ മിസ്രി സൗജത്തിഹി, അയാളുടെ ഭാര്യൻ്റെ മഹർ മിസ്രി. ഞാൻ എൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലാം, ആ കണ്ടീഷൻ പ്രകാരം നീ നിൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും തലാഖ് ചെല്ലിയാൽ ഞാൻ അയാളുടെ ഭാര്യയ്ക്ക് മഹർ മിസ്രി കൊടുക്കേണ്ടതാണ് എന്ന്, അയാൾ എൻ്റെ ഭാര്യയ്ക്ക് മഹർ മിസ്രി നൽകേണ്ടതാണ് എന്ന്. കാരണം അത് ഹുൽ ആണ് എന്ന് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. പ്രതിഫലം മഖ്സൂദാണ്, ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിഫലം എത്രയെന്ന് പറയാത്തതുകൊണ്ട് മഹർ മിസ്രി. ഈ ഹുലും തലാഖും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക നിങ്ങൾ, അതാണ് ഈ പറയുന്നത്. തംബീഹുൻ അൽ ഫുർഖത്തു ബി ലഫ്ദിൽ ഹുല്ലി, ഹുലിൻ്റെ പദത്തോടു കൂടി ഒരു പെണ്ണിനെ പിരിക്കൽ ത്വലാഖ് തന്നെയാണ്. യങ്കുസുൽ അദദ, തലാഖിൻ്റെ എണ്ണത്തെ കുറക്കും. അപ്പോൾ തലാഖിൻ്റെ മാതിരി തന്നെയാണ്, പ്രതിഫലം ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഒരട്ടം ഹുല്ല് ചെയ്താൽ ഒരു തലാഖ് കഴിഞ്ഞു, രണ്ടട്ടം ഹുല്ല് ചെയ്താൽ 2 തലാഖ് സംഭവിച്ചു. എന്നാൽ വഫീ ഖൗലി നസ്സാലി ഫിൽ ഖദീമി വൽ ജദീദി, ഖദീമിലും ജദീദിലും ഷാഫി ഇമാം പറഞ്ഞ ഒരു ഖൗല് പ്രകാരം അൽ ഫുർഖത്തു ബി ലഫ്ദിൽ ഹുല്ലി, ഹുലിൻ്റെ ലഫ്ദ് കൊണ്ടുള്ള ഫിർഖത്ത് ഇദാലും യഖ്സിദ് ബിഹി തലാഖൻ, തലാഖ് ഉദ്ദേശിച്ചില്ലെങ്കിൽ ഫസ്ഖുൻ, അത് ഫസ്ഖാണ്. തലാഖ് ഉദ്ദേശിക്കാതെ ഹുൽ എന്ന പദം കൊണ്ട് ഞാൻ നിന്നെ ഹുല്ല് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തലാഖല്ല. തലാഖ് ഉദ്ദേശിക്കാതെ ഹുല്ല് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് ഫസ്ഖാണ്. എന്താ ഫസ്ഖിൻ്റെ പ്രത്യേകത? നിക്കാഹ് എത്ര വട്ടം ഫസ്ഖ് ചെയ്താലും ലാ യൻഖുസു അദൻ, എണ്ണം കുറക്കൂല എന്നാണ്. തലാഖിൻ്റെ എണ്ണം കുറക്കൂല എത്ര വട്ടവും. ഫെജൂസ് ജദീദ് നിക്കാഹി, നിക്കാഹ് പുതുക്കൽ അനുവദനീയമാണ്. ബാദ തക്കറുലിഹി, ഹുല്ല് എത്ര വട്ടം ആവർത്തിച്ചതിന് ശേഷവും മിൻ ഗൈരി ഹസ്രിൻ, പരിധിയില്ലാതെ. ഇഖ്താറഹു കസീറു മിന സ്വഹാബിന മുതഖദ്ദിമീന വൽ മുതഅഖിരീൻ, ഈ അഭിപ്രായം ഇവർക്കൊക്കെ ഉണ്ട്. ബൽ തക്കറ മിനൽ ബുൽഖീനി ലിഫ്താ ബിഹി, ഇമാം ബുൽഖീനി ഈ വിഷയം ഒരുപാട് വട്ടം ഫത്വ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, ഹുലിൻ്റെ ലഫ്ദ് കൊണ്ടുള്ള ഫിർഖത്തും തലാഖിൻ്റെ ലഫ്ദ് കൊണ്ടുള്ള ഫിർഖത്തും ഇതെന്താ വ്യത്യാസം? തലാഖിൻ്റെ ലഫ്ദ് കൊണ്ടുള്ള ഫിർഖത്ത് പ്രതിഫലം പറഞ്ഞുകൊണ്ടാകുമ്പോൾ അത് ഹുല്ലായി മാറുമല്ലോ. അതുകൊണ്ട് തന്നെ അമ്മൽ ഫിർഖത്തു ബി ലഫ്ദി തലാഖ് എന്ന പദം കൊണ്ടുള്ള പിരിക്കൽ, ബൈബദിൻ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഭാര്യയെ ഒഴിവാക്കൽ, അപ്പോൾ തലാഖുൻ, അത് തലാഖ് തന്നെയാണ്. ഹുലിൻ്റെ പദം കൊണ്ടാകുമ്പോഴേ നമ്മുടെ അഭിപ്രായമുള്ളൂ. പ്രതിഫലം പറഞ്ഞുകൊണ്ട് തലാഖിൻ്റെ ലഫ്ദ് കൊണ്ട് ഭാര്യയെ പിരിച്ചാൽ തലാഖുൻ യൻഖുസുൽ അദദ, അത് തലാഖിൻ്റെ എണ്ണം കുറക്കും, തർക്കമില്ല. ഇതുപോലെ കമാലോ ഖസദ് ബി ലഫ്ദിൽ ഖുല്യ തലാഖ, ഖുലിൻ്റെ ലഫ്ദ് ഉപയോഗിച്ചിട്ട് തലാഖ് കരുതും പോലെ അവിടെ തലാഖ് തന്നെയാണല്ലോ. ലാക്കിൻ നഖലൽ ഇമാമു, ഇമാം ഉദ്ധരിച്ചിരിക്കുന്നു അൽ മുഹഖിഖീൻ അൽ ഖത്അ
ബിഅന്നഹു ഈ ഖുൽഇൻ്റെ ലഫ്ദ് കൊണ്ട് ഖുൽഇൻ്റെ ലഫ്ദ് ലാ യസീറു തലാഖൻ അത് തലാഖായി മാറൂല ബിന്നിയത്തി ഇനി തലാഖ് എന്ന് കരുതിയാലും ആകൂല എന്നൊരു അഭിപ്രായമുണ്ട് ഫസ്ഖ് തന്നെയാണ്. അതാണ് പ്രബലം. എന്ത് ഖുൽഇൻ്റെ ലഫ്ദ് കൊണ്ട് തലാഖ് എന്ന് കരുതാതെ പിരിച്ചാൽ ഒരഭിപ്രായ പ്രകാരം അത് ഫസ്ഖാണ്. അപ്പോൾ തലാഖ് എന്ന് കരുതിക്കൊണ്ട് ഖുൽഇൻ്റെ പദം ഉപയോഗിച്ചാലോ, ഹാലത്തുക്കി ഞാൻ നിന്നെ ഖുൽ ചെയ്തിരുന്ന പദം ഉപയോഗിച്ചാലോ അത് ത്വലാഖാകും എന്നൊരു അഭിപ്രായം. ഇമാമുൽ ഹറമൈനി മുഹഖിഖുകൾ ഉദ്ധരിച്ചത് ഖുൽഇൻ്റെ ലഫ്ദാണോ ഉപയോഗിച്ചത്, അവിടെ ഇനി ത്വലാഖ് എന്ന് കരുതിയാലും ത്വലാഖാകൂല, ഖുല്ലന്നെ ആകുള്ളൂ എന്നുള്ളത്. അല്ല ഫസ്ഖാണ് ആവുക. ഈ ഫസ്ഖ് ഉണ്ടല്ലോ, ഇപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, ഭാര്യയ്ക്ക് ഭ്രാന്താണ്, ഭർത്താവിന് ഭ്രാന്താണ്, നാളെ നിക്കാഹ് ഫസ്ഖ് ചെയ്യുക. അതുകൊണ്ട് തലാഖിൻ്റെ എണ്ണം കുറയുന്നില്ല. എത്ര വട്ടം ഫസ്ഖ് ചെയ്താലും ആ പെണ്ണിന് വിവാഹം കഴിക്കാം. ത്വലാഖ് ചെല്ലുമ്പോൾ 3 വട്ടേ ചെല്ലാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഈ വിഷയത്തിലുള്ളത്.